കണ്ണൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം, ഏറ്റവും ശ്രദ്ധേയമായ വിജയം അത് ഏത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് വാരൻ ഡിവിഷനിൽ KP താഹിർ നേടിയ വിജയമാണ്. കഴിഞ്ഞ തവണ ജയിച്ചതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ഇത്തവണ വാരൻ ഡിവിഷൻ ജയിക്കാൻ UDFന് കഴിഞ്ഞു. വലിയ രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. എന്താണ് വാരത്ത് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ. റിബൽ ഭീഷണി ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഈ മിന്നും വിജയം KP താഹിർ സ്വന്തമാക്കിയത്. ഒരുപക്ഷെ ഒരു പൊതുപ്രവർത്തകന് നാട് നൽകുന്ന സ്നേഹത്തിൻ്റെ ഒരു കരുതൽ കൂടിയായിരുന്നു വാരൻ ഡിവിഷൻ KP താഹിറിന് നൽകിയത്. അദ്ദേഹം പൊതുസമൂഹത്തോട് ഇടപഴകുന്ന രീതിയും ആ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ടാവാം അദ്ദേഹത്തിൻ്റെ ആ വിജയത്തിന് മാറ്റുകൂടുന്നതും. അതിനുള്ള അംഗീകാരമായി മുസ്ലിം ലീഗ് അദ്ദേഹത്തെ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയറാക്കി. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഡെപ്യൂട്ടി മേയർ സ്ഥാനം KP താഹിർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ KP താഹിർ നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ കണ്ണൂരിഷിൻ്റെ അഭിനന്ദനങ്ങൾ. കണ്ണൂരിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ താങ്കൾക്കും അതിൻ്റെ ഒരു അവസരം കിട്ടിയതിലുള്ള ഒരു സന്തോഷം, സ്നേഹം ഒക്കെ പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം എന്താണ് ഇനി ഈ ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞു, മുന്നോട്ട് എങ്ങനെയാണ്? കണ്ണൂർ ഒരുപാട് വികസനം കൊണ്ടുവരാനുണ്ട്. ഒരുപാട് വികസനത്തിൻ്റെ തറക്കല്ലിട്ടാണ് കഴിഞ്ഞ ഭരണസമിതി അവസാനിച്ചത്. അതിൻ്റെ തുടർച്ച പ്രിയപ്പെട്ട TO മോഹനും മുസ്ലിം തുടങ്ങി വെച്ചതിൻ്റെ തുടർച്ച. അതോടൊപ്പം കണ്ണൂരിലെ വ്യവസായ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ സാധാരണക്കാർ ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് കോർപ്പറേഷൻ്റെ ഭരണം കൊണ്ടുപോകണം എന്നുള്ളതാണ്. കോർപ്പറേഷൻ ഈ തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത ഭരണപ്രതിപക്ഷമില്ല, ഭരണസമിതിയാണ്. 56 അംഗ ഭരണസമിതി ഒന്നിച്ച് ചേർന്ന് നിന്ന് അവരെ ചേർത്ത് നിർത്തിപ്പോയാൽ കണ്ണൂർ കോർപ്പറേഷൻ്റെ അകത്ത് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ആളുകളെയും രാഷ്ട്രീയത്തിനപ്പുറത്ത്, ജാതി മത കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരെയും ചേർത്ത് നിർത്തിയാൽ കണ്ണൂരിൽ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയും. അതിൻ്റെ ഉള്ളൊരു പോരാട്ടമാണ് എൻ്റെ ഭാഗത്തുണ്ടാവുക. എന്തായാലും ആദ്യമായാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, ജനപ്രതിനിധിയാകുന്നത്. അപ്പോൾ തന്നെ വലിയ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ടെൻഷനൊക്കെ ഉണ്ടോ? ഒരു ടെൻഷനും ഇല്ല. പാർട്ടി ജില്ലാ കമ്മിറ്റി നിർബന്ധിച്ചു മത്സരിക്കണമെന്ന് പറഞ്ഞു. ഞാനത് ഏറ്റെടുത്തു. 30-35 വർഷക്കാലം പൊതുരംഗത്തുള്ള ഒരാളാണ് ഞാൻ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ, യുവജന രാഷ്ട്രീയത്തിൽ സംസ്ഥാന ഭാരവാഹി ഒരാളാണ് ഞാൻ. കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹിയായിട്ട് 10 വർഷമായി. കണ്ണൂരിൽ എന്നെ അറിയാത്ത പാർട്ടി പ്രവർത്തകന്മാരില്ല, പൊതുസമൂഹമില്ല. പാർട്ടി ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ കോർപ്പറേഷനിൽ ലീഡർഷിപ്പുള്ള ഒരാൾ വേണം എന്ന് പറഞ്ഞപ്പോൾ, എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാനത് ഏറ്റെടുത്തു. അതാണ് ആ ഏറ്റെടുത്ത ദൗത്യം പൂർണ്ണമായും പരിപൂർണമാക്കാൻ ശ്രമിക്കും. വാരത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രചരണം തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലൊക്കെ ആ സമയത്ത് മത്സര രംഗത്ത് ഇറങ്ങിയപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു? ഒരു ടെൻഷനും ഉണ്ടായില്ല. കാരണം എന്തായിരുന്നു ധൈര്യം? ആദ്യം ഒരു പൊതുസമൂഹം, ഒരു സെക്കുലർ വോട്ട് എൻ്റെ കൂടെ ഉണ്ടാകും. ഒരുപാട് കാലം ലീഗ് രാഷ്ട്രീയത്തിൽ, പുതിയ കാലത്ത് സെക്കുലർ ആയാൽ പോരാ, ഞാൻ സെക്കുലർ ആണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാലമാണ്. അങ്ങനെ ബോധ്യപ്പെടുത്തിയാണ് ഞാൻ എൻ്റെ പ്രദേശത്ത് ജീവിച്ചത്. അതുകൊണ്ട് പൊതുസമൂഹം എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസമുണ്ട്. അതുതന്നെയാണ് ആത്മധൈര്യം. ആര് വന്നാലും അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരുത്തന്നെ ഇറങ്ങി വന്ന് ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയത്തിന് പ്രസക്തി ഇല്ലാണ്ടാവുമല്ലോ. അതുകൊണ്ട് ആത്മധൈര്യമുണ്ട്, വിശ്വാസമുണ്ട്, അവിടുന്ന് ജയിച്ചേ വരൂ എന്നുള്ളത്. ഞാൻ എതിർ സ്ഥാനാർത്ഥിനെ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ ജയിച്ചേ ഇവിടുന്ന് പോകുന്നതാണ്. അതെൻ്റെ സഹപ്രവർത്തകന്മാർ, UDFൻ്റെ സഹപ്രവർത്തകന്മാർ, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പ്രവർത്തകന്മാർ, അവിടുത്തെ പൊതുസമൂഹം മുഴുവനും എന്നെ നെഞ്ചോട് ചേർത്തു എന്നുള്ളതാണ്. ഇതിറങ്ങിയപ്പോൾ തന്നെ എല്ലാ ആളുകളും, പങ്കന്മാരൊക്കെ എന്നോട് വോട്ട് ചെയ്യുമെന്ന് മാത്രമല്ല പ്രത്യേക പ്രാർത്ഥന കൊണ്ട് എന്നെ ധന്യമാക്കിയവരുണ്ട്. അത് തന്നെയാണ് എൻ്റെ ധൈര്യം. ഈ രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള വോട്ടും കിട്ടിയിട്ടുണ്ട്. പൊതുസമൂഹത്തിൻ്റെ വോട്ട്, അവിടുത്തെ രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള വോട്ട് കൊണ്ട് മാത്രമല്ല, അവിടുത്തെ എല്ലാ ആളുകളെ വോട്ടും. തെരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാ ആളും വോട്ട് ചെയ്യും. എല്ലാ ആളുകളും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. പൊതുസമൂഹത്തിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ UDF, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പ്രവർത്തകന്മാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം. ഒരു കോൺഗ്രസിൻ്റെ സീറ്റിലാണ് ഞാൻ മത്സരിക്കുന്നത്. പ്രത്യേകിച്ച് K. സുധാകരൻ്റെ ഒരു താല്പര്യപ്രകാരമാണ് ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി താഹിറിനോട് മത്സരിപ്പിക്കണമെന്ന് MP മുഹമ്മദ് അലിയും നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളൊക്കെ, ഫാറൂഖ് അടക്കമുള്ള ആളുകൾ പറഞ്ഞപ്പോൾ K. സുധാകരൻ MP സമ്മതിക്കുകയും ആ ഒരു കോൺഗ്രസിൻ്റെ സീറ്റിൽ പോയി ഞാൻ മത്സരിച്ചിട്ട് പോലും കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ വളരെ സജീവമായിരുന്നു. എന്നെ ആദ്യം ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരാണ്, നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരുടെ കൂടെ. അതാണ് അത്ഭുതപ്പെടുത്തിയത്. ഒരു നിരാശയും അവർക്കുണ്ടായില്ല.
ലീഗ് എപ്പോഴും ഒരു കേഡർ സ്വഭാവത്തിലുള്ള അതിശക്തമായ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവിടെ ഇങ്ങനെ ഒരു റബൽ മത്സരിക്കുകയും അവിടെ അദ്ദേഹത്തിന് പരാജയപ്പെടേണ്ടി വരികയും ഒക്കെ ചെയ്തു. ഇങ്ങനെ ഒരു കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമല്ലേ ശരിക്കും അവിടെ അവർ നടത്തിയത്? ഇദ്ദേഹം നേരത്തെ അവിടെ പാർട്ടിയുടെ ഭാരവാഹി ഒന്നല്ല ഇദ്ദേഹം ഓരോ തെരഞ്ഞെടുപ്പിൽ വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആ സമയത്ത് പാർട്ടിൻ്റെ ആളായി വരുത്താം. അത് ഏതായാലും ഇപ്രാവശ്യത്തോടെ അവസാനിപ്പിക്കണം എന്നൊരു ധാരണ അവിടുത്തെ ആ പ്രദേശത്തുള്ള ലീഗുകാർക്കുണ്ട്. അതുതന്നെയാണ് അതായത് ഇയാളെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം അയാൾ എന്താണെന്നുള്ളത്. അതുകൊണ്ട് പുകഞ്ഞ കൊള്ളി പുറത്ത് അത് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വിത്തിടുന്ന സമയമാണ്. ആ വിത്തി കുത്തിയോനാ പിന്നെ പാർട്ടിൻ്റെ അകത്ത് കയറ്റാൻ പറ്റൂല. അത് ആരായാലും ഏത് കൊലവമ്പനായാലും അത് അങ്ങനെയാണ്. അത് മഹാനായ പാണക്കാട് തങ്ങളെ കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. തങ്ങളാണല്ലോ ഇക്കാര്യത്തിലൊക്കെ തീരുമാനം എടുക്കേണ്ടത്. തങ്ങൾ എന്ത് തീരുമാനം എടുക്കാനും എന്ത് തീരുമാനം എടുക്കാതിരിക്കാനും അധികാരം ഉള്ള ഒരു പാർട്ടിയാണ് ഈ മുസ്ലിം ലീഗ്. പാണക്കാട് തങ്ങളെ തീരുമാനമാണ് ഈ പാർട്ടിയുടെ അന്തിമം. നമുക്ക് കണ്ണൂരേക്ക് തന്നെ വന്നാൽ, കണ്ണൂർ നിങ്ങളുടെ ഒരു പ്രവർത്തന മണ്ഡലമാണ്. ഇവിടെ അറിയാത്ത കാര്യങ്ങളില്ല. എന്താണ് കണ്ണൂരിൻ്റെ പ്രശ്നങ്ങളെന്ന് കൃത്യമായി പഠിച്ചിട്ടുണ്ടാകും. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾ മേയറോടൊക്കെ ചോദിച്ചപ്പോൾ ഈ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ്, അതോടൊപ്പം തന്നെ മുനിസിപ്പൽ സ്റ്റേഡിയം, ഇതൊക്കെ വലിയ രീതിയിലുള്ള വികസനം ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതിന് മുഖ്യ പരിഗണന നടത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണോ? കാരണം താങ്കളാണല്ലോ ആദ്യത്തെ ബജറ്റ് ഇനി 2 മാസം കഴിയുമ്പോൾ അവതരിപ്പിക്കേണ്ട ആൾ കൂടിയാണല്ലോ. അതിൽ ഏത് രീതിയിലുള്ള പ്രാമുഖ്യമായിരിക്കും അതിനൊക്കെ നൽകുക? ഇപ്പം UDFൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട്, പാർട്ടി ജില്ലാ കമ്മിറ്റി, DCC ഒക്കെ ആലോചിച്ച്, അതുപോലെ തന്നെ പൊതുസമൂഹത്തോടൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുമായി ആലോചിച്ചാണ് ആ കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുക. ഞാനൊരു പുതിയ ജനപ്രതിനിധിയാണ്, ആദ്യമായി ഡെപ്യൂട്ടി മേയർ ആകുന്നതാണ്. അതുകൊണ്ട് പരിചയക്കുറവുണ്ട്. എന്നാലും പരിചയസമ്പന്നരായ ആളുകളോട് ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ആരാഞ്ഞുകൊണ്ടായിരിക്കും അത്തരം കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും കണ്ണൂരിൻ്റെ മുഖച്ഛായ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാകുന്ന രീതിയിൽ കണ്ണൂരിൻ്റെ മുഖച്ഛായ മാറ്റണം. നേരത്തെ ഉണ്ടായ ഭരണ തുടർച്ചയ്ക്ക് കുറേ കൂടി വികസനം മുന്നോട്ട് കൊണ്ടുവരണം. കഴിഞ്ഞ ഭരണസമിതി തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കണം. അതാണ് ലക്ഷ്യം. പുതിയ പദ്ധതികൾ കൊണ്ടുവരണം. എന്താണ് ഈ ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പാർട്ടി നേതാക്കളും നാട്ടിലെ ആളുകളും വീട്ടുകാരും ഒക്കെ എന്തൊക്കെയാ അഭിപ്രായം? വലിയ സന്തോഷത്തിലാണ്. ഇപ്പോൾ പാർട്ടിക്കാർ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് ജില്ലാ പ്രസിഡന്റ് കരീം ചേലേരി, അതുപോലെ സെക്രട്ടറി MP മുഹമ്മദ് അലി, ജനറൽ സെക്രട്ടറി സാദൂക്ക, അതുപോലെ നമ്മളെ ഫാറൂഖ് കോട്ട സഹപ്രവർത്തകന്മാരൊക്കെ, ഞാൻ ഈ കാലത്തിലിടക്ക് മത്സരിക്കാതെ മാറിയെന്ന പാർലമെൻ്ററി രംഗത്തില്ലാത്ത ഒരാൾ മത്സരിച്ചപ്പോഴുണ്ടാകുന്ന, ഞാൻ മത്സരിക്കാൻ പോയ സമയത്ത് എല്ലാ ആളുകളും അവിടെ റബൽ ശല്യം ഉണ്ടായപ്പോൾ സംസ്ഥാന ജില്ലാ മുസ്ലിം നേതാക്കന്മാർ അവിടെ എൻ്റെ കൂടെ എന്നെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജില്ലാ പ്രസിഡന്റ് MP മുഹമ്മദ് അലി, കരീം ചേലേരി ഒക്കെ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അവിടുത്തെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ അവരാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടം വഹിച്ചത്. അതുകൊണ്ട് തന്നെ വിജയിച്ചപ്പം വലിയ സന്തോഷമുണ്ട്. ആദ്യമായി പൊതുരംഗത്ത് ഉള്ള ഒരാൾ ജനപ്രതിനിധിയായപ്പോഴുള്ള സന്തോഷം. ഇതിപ്പം നേരത്തെ എന്നെ അഭിനന്ദിച്ചുകൊണ്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പറഞ്ഞല്ലോ, ആദ്യമായിട്ട് ആയ ഒരാളാണ്. എന്നാൽ പൊതുരംഗത്തുള്ള പരിചയവും അതുപോലെ തന്നെ പുതിയ നേരത്തെ ഉള്ള പഴയ ആളുകളോടുള്ള അവരുടെ അറിവും ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രവർത്തനം കുറേ കൂടി സജീവമാക്കും. എന്തായാലും എന്താണ് കണ്ണൂരിലെ ജനങ്ങളോട് പറയാനുള്ളത്? കണ്ണൂരിൽ ജനങ്ങളോട് നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ 10 വർഷമായി കോർപ്പറേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ആ കോർപ്പറേഷൻ്റെ വലിയ വികസന കാഴ്ചപ്പാടോടെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഈ കോർപ്പറേഷൻ കൊണ്ടുവന്നത്. ആ കാഴ്ചപ്പാട് എന്താണോ കോർപ്പറേഷൻ രൂപീകരിക്കുമ്പോൾ ഉണ്ടായ ലക്ഷ്യം, അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഈ കോർപ്പറേഷൻ്റെ അകത്തുള്ള മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുപോകും. വാരത്തെ ജനങ്ങളോട് വാരത്ത് ഒരുപാട് വികസനം കൊണ്ടുവരാനുണ്ട്. വാരം പട്ടണം എൻ്റെ അഭ്യർത്ഥനയിൽ പ്രകടനപത്രികയിൽ തന്നെ ഉണ്ട്. വാരം ടൗൺ എപ്പോഴും ട്രാഫിക് ജാമാണ്, അതിനൊരു പരിഹാരം കാണും. കണ്ണൂരിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് വാരം. കണ്ണൂർ പട്ടണത്തെ പോലെ വാരം വികസിച്ചിട്ടില്ല. അതുകൊണ്ട് വാരം വലിയ വികസനം കൊണ്ടുവരാനുണ്ട്. അവിടുത്തെ ട്രാഫിക് പ്രശ്നം പരിഹരിക്കാനുണ്ട്, സൗന്ദര്യവൽക്കരിക്കാനുണ്ട്, നടപ്പാത ഉണ്ടാക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് പദ്ധതികൾ വാരത്ത് ചെയ്യാനുണ്ട്. അതിന് അടുത്ത് തന്നെ തുടക്കം കുറിക്കും. അതാണ് വാരത്തെ ആളുകളോട് പറയാനുള്ളത്. എന്തായാലും ഡെപ്യൂട്ടി മേയർ KP താഹിറാണ് നമ്മളോടൊപ്പം ചേർന്നത്. വലിയ വികസന സ്വപ്നങ്ങളുണ്ട് അദ്ദേഹത്തിന്. കണ്ണൂരിനെ ചേർത്ത് പിടിക്കുക, കണ്ണൂരിനെ വികസന രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കുക, അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച വാരം ജനതയ്ക്ക് അദ്ദേഹം കൊടുത്ത
വാക്കുണ്ട്, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. വാരം ടൗണിനെ, കണ്ണൂർ ടൗണിനെ പോലെ വികസിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുക. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആദ്യമായാണ് KP താഹിർ ഒരു ജനപ്രതിനിധിയാകുന്നത്. കണ്ണൂർ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറായി ലീഗിന് ഒറ്റ പേരെ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമ്പോൾ മുതൽ ഉണ്ടായിരുന്നുള്ളൂ. അത് KP താഹിറായിരുന്നു. KP താഹിറിനെ ഡെപ്യൂട്ടി മേയറാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അവർ വാരം ഡിവിഷന് വേണ്ടി, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു, ആ ഡിവിഷൻ തങ്ങൾക്ക് വേണം എന്ന് പാർട്ടി ആവശ്യപ്പെട്ടത് തന്നെ KP താഹിറെ അവിടെ മത്സരിപ്പിക്കുക, ഡെപ്യൂട്ടി മേയറായി അദ്ദേഹത്തെ കൊണ്ടുവരിക, ഒരു അംഗീകാരം. കാരണം കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന KP താഹിറിന് ഒരു അംഗീകാരം കൊടുക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരമൊരു തീരുമാനം മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം എടുത്തത്. അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയൊക്കെ ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള എഫേർട്ട് എടുത്തിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ചകൾ, അങ്ങനെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കൊടുവിലാണ് ഈ വാരം ഡിവിഷൻ KP താഹിറിന് നൽകാൻ തീരുമാനിച്ചത്. അവിടെ വലിയ വിജയം നേടാൻ എല്ലാവരും അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊക്കെ ആശങ്കപ്പെട്ടിരുന്ന ഘട്ടത്തിൽ നിന്നാണ് ഏതാണ്ട് 200ഓളം വോട്ടുകൾക്ക് വാരത്ത് നിന്നും KP താഹിർ തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ വിജയത്തിനുള്ള അംഗീകാരമായി ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗ് അദ്ദേഹത്തെ പരിഗണിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം അധികാരം ഏറ്റിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വികസന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകും എന്ന് തന്നെയാണ് KP താഹിർ വ്യക്തമാക്കുന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീൻ രാജനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.